ബ്രഹ്മാണ്ഡ ചിത്രമായ കാന്താരയിലുമുണ്ട് ഒരു മലയാളി ടച്ച്. ഋഷഭ് ഷെട്ടിയുടെയും സംഘത്തിന്റെയും സൂപ്പർ ആക്ഷൻ സീനുകൾക്ക് പിന്നിൽ 2 വർഷത്തോളം നീണ്ട കളരി പരിശീലനം. അത് അഭ്യസിപ്പിച്ചത് മലപ്പുറം പുലാമന്തോളിലെ വിപിൻ ഗുരുക്കളും ആത്മാ കളരി സംഘവും. ഋഷഭ് ഷെട്ടി സാറ് നേരിട്ട് വിളിക്കുകയായിരുന്നു. നമ്മളുടെ ഒരുപാട് വീഡിയോസും അതുപോലെ കളരികളുടെ അന്വേഷണത്തിലും അദ്ദേഹം നമ്മുടെ കളരിയെ കണ്ടെത്തി വിളിക്കാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഏകദേശം 2 വർഷത്തോളം ഈ പരിശീലനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരിക്കും സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് വർക്കിൻ്റെ സമയത്ത് തന്നെ, പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ കളരി പരിശീലനം തുടങ്ങിയിരുന്നു. അതുപോലെ ഹോഴ്സ് റൈഡിങ്, അങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആദ്യം തന്നെ തുടങ്ങിയിരുന്നു. ഇദ്ദേഹം കളരി പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ കളരി പഠിക്കണം എന്നുള്ള ഇതിന് സിനിമയ്ക്ക് ഭാഗമായി കളരി വരണം എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ശാസ്ത്രീയമായി ആ പാരമ്പര്യ രീതിയിൽ തന്നെ പഠിക്കണം എന്ന രീതിയിൽ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തു. നമസ്കാരം. ആശാനാണ് കോൾ വന്നത്. ഋഷഭ് ഷെട്ടി ഡയറക്റ്റായിട്ട് വിളിക്കുകയായിരുന്നു. പിന്നെ ആശാൻ ഇവിടെ തിരക്ക് കാരണം ഞാനാണ് അവിടെ പോയിരുന്നത്. ട്രെയിനിങ് കൂടെ ഉണ്ടായിരുന്നു. ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ഒരാളെ ട്രെയിൻ ചെയ്യിക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ ഒരു സാധാരണ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടും വളരെ ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ആളത് എടുക്കും. കളരി ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു 2-3 ആഴ്ച. അതിൽ ഒരുവിധം സിനിമയിലെ എല്ലാ ആക്ടേഴ്സിനും നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, വിജിലേഷൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തി ഗോപിക. മൂവിയിൽ കാണുന്ന എല്ലാ ഫൈറ്റും ആക്ച്വലി റിയൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇഞ്ചുറി ഒരുപാട് പേർക്ക് പറ്റി. എനിക്ക് ഫയർ സീക്വൻസിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ പൊള്ളലേറ്റു. ഇപ്പോഴും അതിൻ്റെ മെഡിക്കേഷൻസ് എടുത്തു പോകുന്നുണ്ട്. തലമുറകൾ കൈമാറി വന്ന അടവുകളും ചുവടുകളുമാണ് കാന്താര ചാപ്റ്റർ 1 അത് ലോകം കാണുന്നുമുണ്ട്. അങ്ങനെ കളരിയുടെ പെരുമ വിശ്വം അറിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അനീസ് തോട്ടയ്ക്കാടിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.